ഈ പേടകം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സ്റ്റേബിൾ പൊസിഷനിലാണ് ഇപ്പോൾ ഈ പേടകത്തെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കും, താഴേക്ക് പതിക്കുന്നു. 4 വശത്തേക്കായി ആ പാരച്യൂട്ടുകൾ നീങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം അതിൻ്റെ വേഗമൊന്ന് മയപ്പെടുത്തി അതിനെ താഴേക്ക് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. ദൃശ്യങ്ങളിൽ കാണാം. അടുത്ത സെക്കൻഡിൽ ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ പോവുകയാണ്. സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് എത്രയും പെട്ടെന്ന് ആ ഇടത്തേക്ക് നമ്മുടെ റിക്കവറി ടീമിനെ അയക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേടകത്തെ ബന്ധിക്കേണ്ടതുണ്ട് ഒരു ബോട്ടിലേക്ക്. അതിനുശേഷം ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകത്തെ വലിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും ഇതാണ് ദിസ് ഈസ് ദ മൊമെന്റ്. ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നോക്കുക. 3:28 എക്സാക്ട് ടൈം. 3:28 സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. ഭൂമിയെ തൊട്ടിരിക്കുന്നു. ഡ്രാഗൺ 9 അല്ലെങ്കിൽ ക്രൂ 9 ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം ഭൂമിയെ തൊട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിക്ഷേപിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യപ്പെട്ട ക്രൂ 9 ഡ്രാഗൺ പേടകം തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. 9 മാസമായി അവിടെ തങ്ങുകയായിരുന്നു 2 പേർ. ഒന്ന് ഇന്ത്യൻ വംശജ നമ്മുടെ അഭിമാനം സുനിത വില്യംസ്, മറ്റൊന്ന് നാസയുടെ ആസ്ട്രോനോട്ട് ബുഷ് വിൽമോർ. ഇവർ 2 പേരും 9 മാസമായി ഭൂമിക്ക് വെളിയിൽ ബഹിരാകാശത്ത് തങ്ങുകയായിരുന്നു. അവർ ഉൾപ്പെടെ 4 പേർ തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശാസ്ത്രത്തിന്റെ വളർച്ച, ശാസ്ത്രത്തിന്റെ പുരോഗതി, ഒപ്പം ശാസ്ത്രത്തിന്റെ വിസ്മയം അത് കൺമുന്നിൽ നമ്മൾ കാണുകയാണ്. ശാസ്ത്ര വിസ്മയം നമുക്ക് കൺമുന്നിൽ കാണാം. ഇതൊക്കെ കഥകൾ മാത്രമാണ് എന്ന് പറഞ്ഞു തള്ളുന്നവർക്ക് മുന്നിലേക്കാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ വെക്കുന്നത്. തെളിവായി കഴിഞ്ഞ രാവിലെ 10:30 തുടങ്ങിയ ആ പ്രയാണം അത് പിന്നീട് വലിയ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ 17 മണിക്കൂർ നീണ്ട ആ യാത്ര, ആ സുന്ദര ചരിത്രയാത്ര പൂർത്തിയായി. ഇപ്പോൾ മറ്റൊരു വിജയം കൂടി നാസയ്ക്കും സ്പേസ് എക്സിനും സമ്മാനിച്ച് വളരെ സുന്ദരമായ അക്യുറേറ്റ് ആയിട്ടുള്ള സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചപ്പോൾ ഉള്ള ടൈം 3:28. അത്രമേൽ അക്യുറേറ്റ് ആയ, ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത രീതിയിലുള്ള ഒരു അക്യുറസിയാണ് ഈ സ്പ്ലാഷ് ഡൗൺ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. നാസയുടെ ഔദ്യോഗികമായിട്ടുള്ള വെൽക്കമിംഗ് വരുന്നു. വെൽക്കം ബാക്ക് ടു എർത്ത് ക്രൂ 9 എന്ന് പറയുന്ന ഒരു വെൽക്കം മെസ്സേജ് അവർക്കായി നാസ നൽകുകയാണ്. ഈ ക്രൂ 9 എന്നറിയപ്പെടുന്ന ടീമിൽ ഉൾപ്പെട്ടവരാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. അവർ ഔപചാരികമായി ആ ടീമിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു മിഷൻ, അതിന്റെ ഭാഗമായി ഒരു എക്സ്റ്റൻഡ് മിഷന്റെ ഭാഗമായി അവർ ക്രൂ മെമ്പേഴ്സായി മാറുകയായിരുന്നു. ഈ 9